ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതായത് റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് UAEയിലെ റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് UAEയിലെ റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഗൾഫ് കൺട്രീസിലെ. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും വ്യത്യാസം ഒന്നും തന്നെയുള്ളൂ. ഇവിടെ GST ആയിരിക്കും വരിക, അവിടെയാണെന്നുണ്ടെങ്കിൽ VAT ആയിരിക്കും വരിക. പ്രൊസീജിയറൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പം ഞാൻ ഒരുപാട് ദിവസമായി ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. അത് കാരണമായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് യാത്രയൊക്കെ ആയതുകൊണ്ട് ഒരു 10 ദിവസത്തിൽ കൂടുതലായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ syamalanarayanan. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. UAEയിലെ റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് സപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ആണ് ഇന്ന് പറയണത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളതുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്ലേലിസ്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ December 1 മുതൽക്ക് ടാലി പ്രൈമിൻ്റെ ബേസിക് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ ID കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ തരാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റ് അക്കൗണ്ടിങ് നമുക്ക് 2 തരത്തിലും ചെയ്യാം. ഒന്ന് ഓൾറെഡി നിലവിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ പുതുതായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. രണ്ടും വ്യത്യാസമായിരിക്കും. കാരണം നിലവിലുള്ളതാണെങ്കിൽ അവിടെ അക്കൗണ്ടിങ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ പോയിട്ട് ചെയ്യാണ് വേണ്ടു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പുതുതായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ തന്നെ അവിടെ ഇനോഗ്രേഷൻ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻട്രീസ് നമുക്ക് ഫസ്റ്റിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗൾഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ 3 വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗൾഫ് അക്കൗണ്ടിങ്ങിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അവിടെ VAT എന്തായിരിക്കും. കാരണം അവിടെ ഇപ്പോൾ ഗൾഫ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ GST ആണെന്നെങ്കിൽ അവിടെ VAT ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 5% ആണ് അവിടെ VAT ഉള്ളത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എന്താണ് നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻട്രീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ്റെ അടിയിൽ വൗച്ചറാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ക്യാപിറ്റലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് വരില്ലേ ചെയ്യണത്. അപ്പോൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്, റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്. എല്ലാ വൗച്ചർ കീകളും ഇവിടെ ആക്റ്റീവായിട്ട് കാണും. അപ്പോൾ ഇവിടെ റെസിപ്റ്റാണ് എടുക്കണമെങ്കിൽ ഇവിടെ F6 സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് സെലക്ട് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. നമുക്ക് ഫസ്റ്റിൽ ഇനി നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിലാണ് വന്ന് കിടക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാം. Alt+C അടിച്ചു. എന്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ Alt+C ആണ് അടിക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ എന്നുള്ള ലെറ്റർ കൊടുത്തു. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ആളുടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഓണറുടെ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിക്കാം. ഇവിടെ എമൗണ്ട് കൊടുക്കാം. അപ്പോൾ എമൗണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 8 lakh AED ആണ് കൊടുക്കുന്നത്. കാരണം ഗൾഫിലായതുകൊണ്ട് അവിടെ ദീർഘമാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെ 8 lakh കൊടുത്തു. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 എന്നുള്ളിടത്ത് ക്യാപിറ്റൽ കൊടുത്തു. അപ്പോൾ ഇവിടെ ഡെബിറ്റ് എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്, ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് നമ്മൾ എൻ്റർ അടിച്ചു. നരേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻട്രി സേവ് ചെയ്തു. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ഇനി എന്തിനെങ്കിലും നമ്മൾ എന്താണ് ഇതിന് പൈസ എടുത്തിട്ട് എന്താണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതിലാണ് സെലക്ട് ചെയ്യുന്നത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും കോൺട്രയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ കോൺട്ര സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഈ എമൗണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു 6 lakh നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മൾ 6 lakh സെലക്ട് ചെയ്തിട്ടെടുത്തു. ബൈ എന്നുള്ളടത്ത് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ UAE ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്കിൻ്റെ പേര് കൊടുത്തു. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ബാങ്ക് നെയിം, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണ എൻട്രി ചെയ്തു.
ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫർണിച്ചറുകളൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ ആകുമ്പോൾ അവിടെ ഫർണിച്ചറുകളൊക്കെ വേണമല്ലോ. അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കണമെങ്കിൽ പേയ്മെൻറ്റിൽ ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അടിക്കാം ഫർണിച്ചർ, എൻ്റർ അടിച്ചു. അണ്ടർ ഫിക്സഡ് അസറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു ക്യാഷിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനീഷ്യൽ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾക്ക് ഇതേപോലെ തന്നെ നമ്മൾക്ക് എൻട്രി ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ആണെന്നുവെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ സർവീസാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ്സ് ആയിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ അക്കൗണ്ട് നമുക്ക് ടാലിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ടാലിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാലിയിൽ നമ്മളൊരു ഓപ്ഷൻ നമ്മളവിടെ യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ പർച്ചേസ് ചെയ്യുന്നില്ല എന്നുള്ളത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ ഇത്ര ഉഴുന്നെടുത്തു, അല്ലെങ്കിൽ ഇത്ര അരി എടുത്തു, അല്ലെങ്കിൽ ഇത്ര ഉലുവ എടുത്തു എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല അല്ലേ. അപ്പം നമുക്ക് സാധാരണ നമ്മൾ ടാലിയിൽ ചെയ്യാൻ ഇപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ട് ഒരു എൻട്രി ഇട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ നമ്മളവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്നില്ല, അല്ലാതെയാണ് ഞാൻ സെയിൽസിൻ്റെ എൻട്രി ചെയ്യണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അതേപോലെ തന്നെ ഇങ്ങനത്തെ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബില്ലിംഗ് സിസ്റ്റമാണ് പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു വൗച്ചർ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ ടൈപ്പ് ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. പോയിന്റ് ഓഫ് സെയിൽ POS എന്നുള്ള പേര് കൊടുത്തു. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളിടത്ത് നമുക്ക് സെയിൽസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ് എന്നുള്ളത്. നമുക്കിവിടെ യെസ് കൊടുത്തു. കാരണം വെച്ചാൽ ഈ POS യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എൻട്രി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രിന്റ് വരികയാണ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും യൂസ് ഫോർ POS ഇൻവോയ്സിങ്. ഇവിടെ യെസ് കൊടുക്കണം, എന്നാൽ മാത്രമാണ് ഇതാക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് ടു പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കൊടുക്കാം. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. രണ്ടാമത്തേലാണെങ്കിൽ നമുക്ക് വിസിറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവരുടെ ഒരു ലോഗോ ഉണ്ടായിരിക്കും, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് എൻ്റർ അടിച്ചു. നമുക്ക് ഡിഫോൾട്ട് ടൈറ്റിൽ ടു പ്രിന്റ് ഇൻ അറബിക് ആൻഡ് അറബിക്കിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെത് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ നമുക്ക് POS പറഞ്ഞിട്ടൊരു ക്ലാസ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. ഇപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗിഫ്റ്റ് വൗച്ചറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമുക്ക് ബാങ്കിൻ്റെ തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ചെക്ക് ഓർ DD ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്യാഷ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ ക്യാഷിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടല്ല സെയിൽ ചെയ്യുന്നത്, പർച്ചേസ് കാണിക്കാതെയാണ് സെയിൽ ചെയ്യണത്. അപ്പോൾ സാധാരണ ഗതിയിൽ പർച്ചേസ് കാണിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് സ്റ്റോക്ക് ആയിട്ട് വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്ഷൻ അവിടെ കാണിക്കണം. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ POS സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ 5% സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പനീർ ചില്ലി എന്നുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് കേഴ്സർ അവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്തത് അവിടേക്ക് അത് പോകും. അപ്പോൾ നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ അണ്ടർ എന്നുള്ളത് പ്രൈമറി കൊടുത്തു. ഇവിടെ യൂണിറ്റ് ഞാൻ ബൗളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് F12 പഠിക്കുക. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷനാണ്. ഓരോ സ്ഥലത്ത് F12 പഠിച്ചാലും ഡിഫറെൻറ്റ് കോൺഫിഗറേഷനാണ് നമുക്ക് കിട്ടുക. നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 പഠിച്ചു. അപ്പോൾ F12 പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കാനുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും യൂസ് ഡിസ്ക്രിപ്ഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ളത്. ഇത് എന്തിനാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഐറ്റം അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂൾ ഡ്രിങ്ക് അടിച്ചു. കൂൾ ഡ്രിങ്കുള്ള ഐറ്റം പല കാറ്റഗറിയിൽ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ പെപ്സി ഉണ്ടായിരിക്കും, തംസപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കൊടുക്കാം. അത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ യെസ് കൊടുക്കണം.
അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇൻസെറ്റ് ഓപ്ഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റം ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ ഈ ഓപ്ഷനും നമ്മളിവിടെ യെസ് കൊടുക്കണം. ഇത് യെസ് കൊടുത്തിട്ട് എന്താണ് നമുക്ക് വ്യത്യാസം എന്നുള്ളത് നോക്കാം. അത് യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അത് യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻസ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ യെസ് കൊടുക്കുക. ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ യെസ് കൊടുക്കേണ്ടത് എന്താണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ട്രീറ്റ് ഓൾ സെയിൽസ് ആസ് ന്യൂ മാനുഫാക്ചർ. അതായത് എല്ലാ സെയിൽസിനെയും ന്യൂ മാനുഫാക്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ മാനുഫാക്ചറിങ്ങിന് എൻട്രി ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് മാനുഫാക്ചറിങ്ങിന് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണ പോലെയോ അല്ലെങ്കിൽ ഒരു TV ഉണ്ടാക്കണ പോലെയോ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് കമ്പോണൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഫിക്സ്ഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ട്രീറ്റ് ഓൾ പർച്ചേസ് ആസ് കൺസ്യൂംഡ്. പർച്ചേസ് ചെയ്തത് മുഴുവൻ കൺസ്യൂം ചെയ്തതായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് ഇവിടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന്. എന്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തോ അതെല്ലാം നമ്മൾ അന്നന്ന് ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാക്സബിളിലേക്ക് കൊടുത്തു. ഇവിടെ സർവീസിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇവിടെ ഡീഫോൾട്ടായിട്ട് 1 ആണ് വരുള്ളൂ. നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 4 ബൗളാണ് കൊടുത്തത്. ഇപ്പോൾ 4 ബൗളിലാണെങ്കിൽ ഒരു 300 റേറ്റ് കൊടുത്തു. അപ്പോൾ എൻ്റർ അടിച്ചു. ഇനി ഇതിൻ്റെ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ ടാക്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5% ഔട്ട്പുട്ട് ടാക്സ് ഉള്ളത്. എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് കൺട്രോൾ എൻ്റർ അടിക്കാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളടത്ത് വാറ്റ് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ ടാക്സ് ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ POS ആണല്ലോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ POS ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഇപ്പോൾ ടോട്ടലായിട്ടാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് പറയുന്നത് ഇപ്പോൾ 1260 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1260 രൂപയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കൊടുക്കാം. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡിൻ്റെ ബാങ്ക് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എമൗണ്ട് എത്രയാണെന്ന് കാണിക്കാം. ഇപ്പോൾ എമൗണ്ട് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1000 കൊടുത്തു. അപ്പോൾ ഇവിടെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാർഡ് നമ്പർ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ചെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാണ്ടെങ്കിൽ കൊടുക്കണ്ട. അടുത്തത് ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 260 രൂപ എന്ന് പറഞ്ഞിട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ക്യാഷ് ടെൻഡേഡ് നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 500 ആണെന്ന് വിചാരിക്കുക, 500. അപ്പോൾ ബാലൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇതാണ് POS ബില്ലിങ്ങിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ, റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ഈ ഒരു ബില്ലിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ പ്രിൻറ്റിങ്ങിലേക്കാണ് പോവുക. പ്രിൻറ്റിങ്ങിന് വേണ്ടി വേറൊരു കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കും പ്രിൻറ്റിലേക്കാണ് പോവുക. ഇവിടെ നമ്മൾ പ്രിവ്യൂ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. അപ്പോൾ ഇവിടെ ബിൽ നമ്പർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡേറ്റ് വന്നിട്ടുണ്ട്, ടൈമും വരുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമും വരും. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ബില്ലിങ് ചെയ്യുക. റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നമ്മൾ ഈ POS സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ സെയിൽസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ സെയിൽസിലും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നമ്മൾ സേവ് ചെയ്തു. പിന്നെ നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിലൊന്നും കാണില്ല. കാരണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്നാൽ നമ്മളിപ്പോൾ ഡേ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രി നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ POS എന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പകരം നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പർച്ചേസ് ചെയ്യാതെയാണ് നമ്മൾ ഇതിൻ്റെ സെയിൽസിൻ്റെ എൻട്രി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ UAEയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ വാറ്റിന് പകരം അവിടെ എന്തായിരിക്കും വരിക? GST ആയിരിക്കും വരിക. അത് മാത്രമാണ് അവിടെ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ എക്സ്പെൻസുകളും അതേപോലെ തന്നെ ഈ ഇൻകം ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെയാണ് വരിക. ഇനിയിപ്പോൾ അവിടെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് സർവീസ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജും കൂടി അവിടെ നമുക്ക് ടാക്സ് വാറ്റ് കൊടുക്കുമല്ലോ, അതിൻ്റെ മുകളിൽ നമുക്ക് സർവീസ് ചാർജും കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സർവീസ് ചാർജ് വെച്ചിട്ടുള്ള ഒരു എൻട്രിയും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് പനീർ ചില്ലിയന് നമ്മൾ അടിച്ചു, എൻ്റർ അടിച്ചു. നമ്മൾ ഈ റേറ്റ് കൊടുത്തു. നമ്മുടെ ഇവിടെ നമുക്ക് സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്യാം.
നമുക്ക് ഇവിടെ കൊടുക്കാം സർവീസ് ചാർജ്. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. അപ്പോൾ സർവീസ് ചാർജ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 50 രൂപ കൊടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് കൊടുക്കാം. 5% ഔട്ട്പുട്ട് ടാക്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇങ്ങനെ നമുക്ക് എൻട്രി ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ എമൗണ്ട് ഇവിടെ ക്യാഷിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ക്യാഷിലാണ്. ഇപ്പോൾ 325 രൂപയാണ് ക്യാഷിലായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 500 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് ബാലൻസ് എമൗണ്ട് 135 ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ പ്രിൻറ്റിങ്ങിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഐറ്റം മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏത് ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് എൻട്രി ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.